ഇന്നലെയാണ് ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തേക്ക് വന്നത്. ADM കുറ്റക്കാരനല്ല എന്ന് റവന്യൂ വകുപ്പ് തന്നെ നേരത്തെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ്. ഇപ്പോൾ TV പ്രശാന്തിന്റെ മൊഴിയുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. വാട്സാപ്പിലാണ് ആ പരാതി നൽകിയത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടില്ല, വിജിലൻസിന് പരാതി നൽകിയിട്ട്. അങ്ങനെയാണെങ്കിൽ ആ പരാതിയൊക്കെ എങ്ങനെ വന്നു, ആരാണ് പ്രചരിപ്പിച്ചത്, ആ കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഈ റിപ്പോർട്ട് ആവശ്യമെങ്കിൽ പോലീസിന് ഉപയോഗിക്കാമെന്നുള്ളതാണ് റവന്യൂ മന്ത്രി കെ രാജന്റെ വിഷയത്തിലെ നിലപാട്. വകുപ്പ് മന്ത്രി എന്ന നിലയിൽ താനും മുഖ്യമന്ത്രിയും റിപ്പോർട്ട് നേരത്തെ കണ്ടതാണെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. സാധാരണ നിലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പഴയ ക്രിമിനൽ പ്രൊസീജിയർ നിയമം അനുസരിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ നിശ്ചയിച്ചാൽ ആ ഇൻവെസ്റ്റിഗേഷൻ്റെ ഏജൻസിക്ക് ഇടയിൽ മറ്റൊരു ഏജൻസിക്കും അതുമായി ബന്ധപ്പെട്ട വേറെ ഒരു അന്വേഷണവും പാരലായി നടത്താൻ പറ്റില്ല. അത് നടത്തുകയില്ല. റവന്യൂ വകുപ്പ് അന്വേഷിച്ചത് റവന്യൂ വകുപ്പിനകത്ത് ഇൻറ്റേർണലായി അറിയേണ്ട വിഷയങ്ങളെ സംബന്ധിച്ചാണ്. അവിടെ അതിൻ്റെ ഭാഗമായി രേഖകൾ പരിശോധിക്കുന്നതോടൊപ്പം പലരുമായും സ്വാഭാവികമായിട്ടും ഒരു ഈ കാര്യത്തിൽ അന്വേഷണം നടത്താൻ പോയ ഒരു റവന്യൂ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ അവർ കണ്ടു കാണും. അതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം യഥാർത്ഥത്തിൽ ക്രൈം അന്വേഷണം നടത്തുന്ന പോലീസിന് ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം എന്ന് ആ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ആവശ്യമെങ്കിൽ അത് ഉപയോഗിക്കാം. പോലീസിന് അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഏതായാലും അവർക്ക് ഒരുപാട് അധികാരങ്ങളുണ്ട്. വേണമെങ്കിൽ ഈ കാര്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥയെ തന്നെ അവർക്ക് ചോദ്യം ചെയ്യാം. ഇങ്ങനെ ഒരുപാട് അവസരങ്ങളും സംഭവങ്ങളും ഉണ്ട്. അതെല്ലാം ചെയ്യേണ്ടത് ക്രൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ സംഭവത്തിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് ഗൗരവമായി അന്വേഷിക്കുന്ന ഇപ്പോൾ പോലീസാണ്. പിന്നെ കോടതിയിലും മുമ്പാകെയും പോലീസിൻ്റെ അന്വേഷണത്തിൽ നിൽക്കുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് മറ്റൊരു പ്രസ്താവനയും ഇപ്പോൾ നടത്താനില്ല. ഈ റിപ്പോർട്ട് നേരത്തെ വന്നതാണ്. അത് റവന്യൂ വകുപ്പ് മന്ത്രി കണ്ടിട്ടുണ്ട്, മുഖ്യമന്ത്രിക്ക് അത് കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി അത് കണ്ട് ഫയൽ തിരിച്ചയക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഇൻറ്റേർണലായി അവർ കണ്ടെത്തിയ അന്വേഷണങ്ങളിൽ പ്രത്യേകമായി ഒരു പുതിയ കാര്യവും കൂട്ടിച്ചേർക്കാനില്ല. അവരുടെ അന്വേഷണം പൊതുവായി അംഗീകരിച്ച് ഈ അന്വേഷണം ഇവിടെ അവസാനിപ്പിക്കാനും മറ്റുള്ള അന്വേഷണമെല്ലാം ക്രൈം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പോലീസിന് വിടാനും തന്നെയാണ് നമ്മൾ പൊതുവായി തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടത് മഞ്ജുഷ, നവീൻ ബാബുവിന്റെ ഭാര്യയുടെ ഒരു പോരാട്ടമാണ്. അദ്ദേഹത്തിന്റെ മരണത്തിൽ അദ്ദേഹത്തിന് നീതി ഉറപ്പാക്കാനുള്ള ഒരു പോരാട്ടം. മറുഭാഗത്ത് അദ്ദേഹത്തിനെതിരെ അദ്ദേഹം ഒരു കൈക്കൂലിക്കാരനാണ് എന്നുള്ള വ്യാപകമായ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അതിനെതിരെ കൂടി പോരാടുകയാണ് ആ കുടുംബം. ഇന്നലെ ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം മഞ്ജുഷ പറഞ്ഞത് ഇനി സുപ്രീം കോടതി എന്നുള്ളതാണ്. നിയമ പോരാട്ടം, നിയമയുദ്ധം തുടരുമെന്ന് നേരത്തെ അറിയാമായിരുന്നു. അവിടെയുള്ള എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ആ ദിവസം അദ്ദേഹത്തിന്റെ പത്തനംതിട്ട വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം എത്തിക്കുന്ന സമയത്ത് ഒപ്പം പ്രവർത്തിച്ചിരുന്ന ആളുകളൊക്കെ അദ്ദേഹത്തെ പറ്റി എത്രമാത്രം നല്ല വാക്കുകളാണ്. സാധാരണ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ പറ്റി അത്രയും നല്ല വാക്കുകളൊന്നും പറഞ്ഞ് നമ്മൾ കേൾക്കാറില്ല. പക്ഷെ അത്രയും നല്ല വാക്കുകളായിരുന്നു അദ്ദേഹത്തെ പറ്റി പറഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പോഴിവിടെ അദ്ദേഹം ഈ കൈക്കൂലി വാങ്ങിയെന്നതിന് തെളിവില്ല എന്നുള്ള സാക്ഷ്യപ്പെടുത്തൽ അല്ലെങ്കിൽ ആ റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ അത് പൊതുസമൂഹത്തിന് കൂടി ബോധ്യപ്പെട്ടു എന്നുള്ളതായിരുന്നു മഞ്ജുഷ ഇന്നലെ സംസാരിച്ചത്. ADM നവീൻ ബാബുവിന്റെ കുടുംബത്തിനോടൊപ്പമാണ് തുടക്കം മുതലേ CPI എന്ന സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ആ സംഭവത്തിൻ്റെ ആദ്യ ദിവസം മുതൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ കുടുംബത്തിൻ്റെ കൂടെയാണ്. ഇന്നതെ നാളെയുമായിരിക്കും. ആ കുടുംബത്തിന് നീതി കിട്ടണം, അതാണ് CPI നിലപാട്. ഗവൺമെൻറ്റും ആ വഴിക്കാണ് നീങ്ങുന്നത്. ഇപ്പോൾ ഇതൊന്ന് റിപ്പോർട്ട് പോലും അതിൻ്റെ ഭാഗമായിട്ടാണ്. ആ റിപ്പോർട്ട് നൽകിയ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചത് കേരള ഗവൺമെൻറ്റാണ്. അത് കാണിക്കുന്നത് ഗവൺമെൻറ്റിന് ഇക്കാര്യത്തിലുള്ള ആത്മാർത്ഥതയാണ്. ആ വഴിക്ക് മുന്നോട്ട് പോകും. സത്യം പുറത്തു വരണം. ആരാണോ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടുന്നവർ. അമൽ തേനമ്പറമ്പിൽ വിവരങ്ങളുമായി ചേരുകയാണ്. അമൽ, ഇവിടെ അപവാദ പ്രചരണം കൊണ്ട് ഒരു മനുഷ്യന് അദ്ദേഹത്തിന്റെ ജീവൻ ബലികഴിപ്പിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ നിന്നാണ് ഈ അന്വേഷണം തുടങ്ങുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ അദ്ദേഹം കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട്. എങ്ങനെ അന്വേഷണം, ഇതിന്റെ ഇനി ആരാണ് ഈ തരത്തിൽ അന്വേഷണത്തിന് നടത്തി, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇനി എന്തെന്നുള്ളതാണ്. ഇവിടെ റവന്യൂ മന്ത്രി പറഞ്ഞു കഴിഞ്ഞു, ഇതിനി ആഭ്യന്തര വകുപ്പിന് കീഴിലാണ്, പോലീസാണ് അടുത്ത നടപടി എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞു. എന്താണ് അടുത്തത്? ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ ഈ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു കൃത്യമായുള്ള മെസ്സേജാണ്. അതായത് എന്താണ് ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്നിനി ഇപ്പോൾ പോലീസ് അന്വേഷിക്കുമ്പോൾ കൂടുതലായി അന്വേഷിച്ച് പോകേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് അനുസരിച്ചാണ് എങ്കിൽ ഈ ദിവ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഗുരുതരമായ വീഴ്ചകളാണ്. ഒരു യോഗത്തിലേക്ക്, ഒരു യാത്രയപ്പ് ചടങ്ങിലേക്ക് വരേണ്ടതില്ല എന്ന് കളക്ടർ പറയുന്നു. പക്ഷേ ആ ഒരു സംസാരത്തിനിടയിൽ ആ പറഞ്ഞത് മറികടന്നുകൊണ്ട് ദിവ്യ യോഗത്തിലേക്ക് എത്തുന്നു.
മനഃപൂർവ്വം കരുതിക്കൂട്ടി ഒരാളെ അപമാനിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ആ ശ്രമത്തിനൊടുവിൽ കടുത്ത മനോവിഷമത്തിലായി ഈ പറയുന്ന നവീൻ ബാബു ആത്മഹത്യ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു കാര്യം കൃത്യമായി റിപ്പോർട്ടിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിന് തെളിവില്ല എന്നുള്ള കാര്യം കൂടി ഇതിൽ കണ്ടെത്തുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ റവന്യൂ മന്ത്രിയുടെ പ്രതികരണത്തിൽ എടുത്തു കാണേണ്ട ഒരു കാര്യം, ഇതൊക്കെ ഈ മറ്റ് അന്വേഷണ ഉദ്യോഗസ്ഥരും പോലീസ് അടക്കമുള്ളവരും കണ്ടെത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞു വെക്കുന്നത്. അതായത് ഈ റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ടിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഇനിയിപ്പോൾ പോലീസ് കണ്ടെത്തിയില്ല എങ്കിൽ കൂടി ഇങ്ങനെ ഒരു വിവരമുണ്ട് എന്നുള്ള കാര്യം പോലീസിനെ അറിയിക്കുകയാണ്. ഇനി അതുമായി മുന്നോട്ട് പോയാൽ മതി എന്നൊരു സന്ദേശമാണ് റവന്യൂ മന്ത്രി കൃത്യമായി തന്നെ നൽകുന്നത്. ഈ നവീൻ ബാബുവിന്റെ കുടുംബമാണ് എങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ നടക്കുന്ന അന്വേഷണത്തിൽ തൃപ്തരല്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. റവന്യൂ വകുപ്പും CPIയും നേരത്തെ ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ തുടക്കം മുതൽ റവന്യൂ വകുപ്പും അതോടൊപ്പം തന്നെ CPIയും ആ കുടുംബത്തിനൊപ്പമാണ്. നവീൻ ബാബു കൈക്കൂലിക്കാരനാണ് എന്ന് പ്രചരിപ്പിക്കാൻ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നടന്നിരുന്നത് ഈ മുഖ്യമന്ത്രിക്ക് നൽകിയ TV പ്രശാന്തിന്റെ ഒരു പരാതിയായിരുന്നു. അങ്ങനെ ഒരു പരാതി മുഖ്യമന്ത്രിക്കോ വിജിലൻസിനോ താൻ നൽകിയിട്ടില്ല എന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് നൽകിയ മൊഴിയിൽ TV പ്രശാന്ത് പറയുന്നുണ്ട്. ഒരു ബന്ധുവിന് വാട്സപ്പിലൂടെ മാത്രമാണ് പരാതി എഴുതി നൽകിയത്, അതും 12-ാം തീയതി. അങ്ങനെയാണെങ്കിൽ ഈ പരാതി ആര് പ്രചരിപ്പിച്ചു? ആ പറയുന്ന പരാതി എവിടെ നിർമ്മിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തു നിന്നും പലവിധ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അത് നിർമ്മിക്കപ്പെട്ടത് കൃത്യമായി CPMന്റെ ചില കേന്ദ്രങ്ങളിൽ നിന്നാണ് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ വിമർശനമായി ഉന്നയിച്ചിരുന്നത്. അങ്ങനെ ഒരു പരാതി താൻ നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ, അത് ഈ പ്രശാന്ത് പറയുമ്പോൾ അതിന് ചില അതിനുള്ള തെളിവുകൾ കൂടിയുണ്ട്. കാരണം ഒപ്പ്, അതോടൊപ്പം തന്നെ തീയതി, പല വിഷയങ്ങളിലുള്ള ആ കത്ത് എന്ന് പറയുമ്പോൾ, അല്ല പരാതി എന്ന് പറയുമ്പോൾ അതിൽ പലവിധ പ്രശ്നങ്ങളുള്ള ഒരു പരാതിയായിരുന്നു. ഒരു തട്ടിക്കൂട്ട് പരാതി എന്നത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ളൊരു പരാതിയായിരുന്നു. ആ പരാതി ആരുണ്ടാക്കി എന്നുള്ളതാണ് ഇനിയിപ്പോൾ അറിയേണ്ട കാര്യം. അങ്ങനെ ഒരു ഈ പ്രശാന്ത് അങ്ങനെ ഒരു മൊഴി ഇവിടെ നൽകിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു പരാതി ആര് സൃഷ്ടിച്ചു എന്നുള്ളതിനെ കൂടി അന്വേഷണം വേണ്ടിവരും. കാരണം ഇത് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കൈക്കൂലിക്കാരനാണ് എന്ന് വരുത്തി തീർക്കാൻ വ്യാപകമായ പരിശ്രമം ഉണ്ടായെന്ന കാര്യത്തിൽ സംശയമില്ല. അത് മുഖ്യമന്ത്രിക്ക് TV പ്രശാന്ത് നൽകിയെന്ന ഒരു പരാതിയുടെ കോപ്പിയായിരുന്നു സർക്കുലേറ്റ് ചെയ്യപ്പെട്ടത്. ആ കോപ്പി അമൽ പറഞ്ഞതുപോലെ ആരുണ്ടാക്കി, എവിടെ നിർമ്മിക്കപ്പെട്ടു എന്നൊരു ചോദ്യമുണ്ട്. അതിനുകൂടി ഉത്തരം കണ്ടെത്തണം.